എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ, പൂജാപഠനം 3ാം ബാച്ചിലെ അംഗവും ഇപ്പോൾ തുടർ പഠനവുമായി TVSRCയിൽ സജീവമായി തുടരുകയും ചെയ്യുന്നു. ആദ്യമായി മാതാവ്, പിതാവ്, ഗുരുക്കന്മാർ, ഈശ്വരൻ എന്നിവർക്ക് നമസ്കാരം. ഇന്ന് ശ്രീ ശങ്കര ജയന്തിയോടനുബന്ധിച്ച്, അത് മെയ് 2-ാം തീയതിയാണ് വരുന്നത്. ശ്രീ ശങ്കര ജയന്തിയോടനുബന്ധിച്ച് എനിക്ക് അതേപറ്റി ഓൺലൈനായി സംസാരിക്കുവാൻ സമയം അനുവദിച്ചു തന്ന TVSRCയോട് നന്ദി പറയുന്നു. ശ്രീ ശങ്കര സ്വാമികളെ പറ്റി സംസാരിക്കുവാനുള്ള എൻ്റെ യോഗ്യത അറിവിൻ്റെ വെളിച്ചത്തിൽ സംശയം ഉളവാക്കുന്നതാണെങ്കിലും കുറേയധികം ശ്രമങ്ങളുടെ ഫലമായി എനിക്ക് സമാഹരിക്കുവാൻ സാധിച്ച അല്പവിവരങ്ങൾ നിങ്ങളേവരുമായി പങ്കുവയ്ക്കാൻ ഇതിനാൽ ആഗ്രഹിക്കുന്നു. പറയുന്ന വസ്തുതകളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തി തരുവാൻ അപേക്ഷിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരും അദ്ദേഹത്തിന്റെ അമ്മയും തമ്മിലുള്ള മാതൃപുത്ര ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ശങ്കരന്റെ ജനനത്തെയും പിതാമഹന്മാരെയും ഒന്ന് സ്മരിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല. ശ്രീ ശങ്കരൻ ആലുവക്കടുത്ത് കാലടിയിലെ ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് ഭൂജാതനായത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഇല്ലം പാഴൂർ മന കാലടിയിലാണ്. അച്ഛന്റെ ഇല്ലം പിറവത്തിനടുത്തുള്ള വെളിയനാട് ദേശത്തെ മേൽപ്പാഴൂർ മനയാണ്. ഇനി അല്പം ചരിത്രമാകാം. ശങ്കരന്റെ മുത്തച്ഛനായ പ്രഖ്യാത പണ്ഡിതൻ വിദ്യാധിരാജന് ഒരു പുത്രനേ ഉള്ളൂ. ശിവഗുരു എന്നു പേരുള്ള അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി ആയി കാലം കഴിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഗുരുകുല വിദ്യാഭ്യാസത്തിനു ശേഷം വ്യാസമഹർഷിയുടെ ദർശന സ്വാധീനത്താൽ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ഗൃഹസ്ഥാശ്രമത്തിനായി പിതാവിനോടൊപ്പം സ്വഗൃഹത്തിൽ പോയി. താമസിയാതെ സർവഥാ യോഗ്യനായ ആര്യാദേവിയെ വിവാഹം കഴിച്ചു. കാലക്രമേണ ഈ ദമ്പതികൾക്ക് യൗവനം അതിക്രമിച്ചു വരികയാൽ ഉഷാചല ക്ഷേത്രത്തിൽ, ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മറ്റൊരു പേരാണ്, ആ ക്ഷേത്രത്തിൽ ചെന്ന് ഭജനമിരുന്നു. അതിൻ്റെ ഫലമെന്നോണം സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അല്പായുസുള്ളവനും സർവജ്ഞനും സർവഗുണസമ്പന്നനുമായ പുത്രൻ ഉണ്ടാവട്ടെ എന്നനുഗ്രഹിച്ചു. അതിനുശേഷം സ്വഗൃഹത്തിലേക്ക് മടങ്ങിയ ആ ദമ്പതികൾ ശിവഭഗവാനെ ഭജിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന വേളയിൽ 1 വർഷത്തിനകം തന്നെ മേടമാസത്തിൽ സൂര്യകോടി ജ്യോതിർമയനും ചന്ദ്രകോടി സുശീതളനുമായ ശ്രീ ശങ്കരൻ അവതരിച്ചു. യഥാർത്ഥി ഉണ്ണിയുടെ ജാതകർമ്മം അമ്മ നടത്തി. ശൈശവത്തിൽ തന്നെ ശങ്കരന്റെ ശാന്തതയും തീക്ഷ്ണ ബുദ്ധിയും ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവും കണക്കിലെടുത്ത് ശങ്കരന്റെ അമ്മ ആര്യാമ്പ അദ്ദേഹത്തിന്റെ 5-ാം വയസ്സിൽ തന്നെ ഉപനയനം കഴിപ്പിച്ചു. അപ്പോഴേക്കും ആ ബാലന്റെ 2-ാം വയസ്സിൽ അച്ഛൻ ശിവഗുരു ഉപനയനാദി കാര്യങ്ങളെല്ലാം വളരെ മുൻകൂട്ടി നിശ്ചയിച്ച് ദിവംഗതനായിരുന്നു. പിന്നീട് ശങ്കരൻ ഗുരുകുല വിദ്യാഭ്യാസ രീതി അനുസരിച്ച് വേദാദി ശാസ്ത്രങ്ങൾ പഠിച്ച് ഗുരുവിന്റെ വാത്സല്യാദരങ്ങൾക്ക് പാത്രീഭവിച്ചു. 3 സംവത്സരങ്ങൾക്കു ശേഷം ഗുരുവിന്റെ ഗൃഹത്തിൽ നിന്നും സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി മാതൃശുശ്രൂഷയും അധ്യാപനവുമായി കാലം നയിച്ചു. എന്നും ശങ്കരന്റെ മാതാവിന് നദീസ്നാനത്തിനായും ക്ഷേത്ര ദർശനത്തിനായും വളരെയധികം ദൂരെ നടക്കേണ്ടതായി വന്നിരുന്നു. അക്കാലത്ത് ആലുവാപ്പുഴ, ഇന്നത്തെ പെരിയാർ നദി
കാലടിയിലൂടെ അല്ല ഒഴുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ശങ്കരന്റെ അമ്മ പതിവ് കുളിയും ദർശനവും കഴിഞ്ഞ് മടങ്ങി വരുവാൻ താമസിക്കുന്നത് കണ്ട് കുട്ടിയായ ശങ്കരൻ തന്റെ അമ്മയെ അന്വേഷിച്ച് യാത്രയായി. മാർഗമധ്യേ ക്ഷീണിച്ച് അവശയായി മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന സ്വന്തം മാതാവിനെ കണ്ട മാത്രയിൽ തന്നെ കരുണാമയനായ ശ്രീ ശങ്കരൻ വേണ്ട വിധത്തിലുള്ള മാതൃ ശുശ്രൂഷകൾ ചെയ്ത് മാതാവിനെ സ്വസ്ഥയാക്കി സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാത്രവുമല്ല, അദ്ദേഹം ആ നദി സ്വന്തം ഗൃഹത്തിനടുത്തുകൂടി കാലടിയിലൂടെ ഒഴുകുവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്നുകൂടി മാതാവിനോട് പറഞ്ഞു. ഉണ്ണിക്ക് തന്നോടുള്ള വാത്സല്യത്തിന്റെ ഭാഗമായുള്ള ഒരു ഇച്ഛ എന്ന നിലയിൽ മാത്രം ആ വാക്കുകളെ വീക്ഷിച്ച അമ്മ അപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷേ നിർമ്മലമായ ബാലന്റെ നിഷ്കപടമായ പ്രാർത്ഥന ഭക്തവത്സനായ ശിവഭഗവാനുണ്ടോ നിറവേറ്റാതെ തരം. അത്യത്ഭുതമെന്നോണം ആൾക്കാരുടെ ശബ്ദകോലാഹലങ്ങൾ രാത്രിയിൽ കേട്ട് ഉണർന്ന ആര്യാമ്പ പുറത്തേക്ക് നോക്കുമ്പോൾ അതിശക്തമായ കാറ്റും മഴയും മൂലം ഒരു വലിയ കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒഴുക്കു തടസ്സപ്പെട്ട ആലുവാപ്പുഴ ഗതി മാറി തന്റെ ഗൃഹത്തിനടുത്തുകൂടി നല്ലൊരു ജലപ്രവാഹമായി ഒഴുകുന്നതാണ് കണ്ടത്. ആ സമയത്ത് ആശ്ചര്യപൂർവം ശങ്കരനെ നോക്കിയ അമ്മ ഈ കോലാഹലങ്ങൾ ഒട്ടും തന്നെ അറിയാതെ സ്വസ്ഥമായി ഉറങ്ങുന്ന ബാലനെയാണ് ദർശിച്ചത്. ഇന്നും ആലുവാപ്പുഴ എന്ന പെരിയാർ നദി സ്വച്ഛന്തമായി കാലടിയിലൂടെ തന്നെ ഒഴുകി വരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശങ്കരന്റെ ഗൃഹത്തിൽ ഭിക്ഷയ്ക്കും താമസിക്കുവാനുമായി അഗസ്ത്യമുനിയും സംഘവും വന്നു. ആ സംഘത്തിലെ അഗസ്ത്യമുനിയുമായി ബാലനായ ശങ്കരൻ മൗന സംവാദത്തിൽ ഏർപ്പെട്ടു. അതിലൂടെ കേരളമല്ല തന്റെ കർമ്മമണ്ഡലമെന്ന് ആ ബാലൻ മനസ്സിലാക്കുകയും ആത്മീയതയിലൂടെയുള്ള മോക്ഷമാർഗമാണ് നയിക്കേണ്ടതെന്നും സ്വയം ഉറപ്പിച്ചു. നർമ്മദാ തീരത്ത് ഒരു ഗുഹയിൽ താമസിക്കുന്ന യോഗീശ്വരനായ ഗോവിന്ദ ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിക്കണമെന്നും അഗസ്ത്യമുനി മൗന സംവാദത്തിനിടയിൽ ശങ്കരനോട് പറഞ്ഞിരുന്നു. ശങ്കരൻ ഈ ആഗ്രഹം തന്റെ അമ്മയെ അറിയിച്ചപ്പോൾ തീർത്തും സ്വാധിയായ ആര്യാമ്പയ്ക്ക് ഒട്ടും അനുകൂല ഭാവം ഉണ്ടായില്ല. മറിച്ച് നദി ഗതി മാറ്റി ഒഴുക്കിയ തന്റെ മകൻ തന്റെ മനസ്സിനെ സ്വാധീനിച്ചു കളയും എന്ന ശക്തമായ ഭയവും ഉടലെടുത്തു. അപ്പോൾ തന്നെ അക്കാര്യം മനസ്സിലാക്കിയ ഭക്തവത്സലനായ ബാലനായ ശങ്കരൻ അമ്മയുടെ പൂർണ്ണ അനുമതിയില്ലാതെ സാക്ഷാത്കരിക്കുകയില്ല എന്ന് അമ്മയ്ക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എപ്പോഴും മോക്ഷം എന്ന പരമപുരുഷാർത്ഥം സങ്കല്പം പൂർത്തീകരിക്കുവാനുള്ള വഴിക്കായി പ്രാർത്ഥനയിൽ മുഴുകി നടന്നിരുന്ന കേവലം 8 വയസ്സു മാത്രം പ്രായമായ ശങ്കരൻ അമ്മയോടൊത്ത് പെരിയാറിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ഒരു മുതല അദ്ദേഹത്തെ രസിക്കുവാൻ ശ്രമിച്ചു. മരണോന്മുഖനായി തീരാൻ ഭാവിച്ച ബാലൻ മാതാവിനോട് തന്റെ ആ ഹൃദയാഭിലാഷം സന്യസിക്കുവാനുള്ള ആഗ്രഹം അപ്പോഴെങ്കിലും ഒന്ന് സാധിക്കുവാനുള്ള അനുവാദത്തിനായി പ്രാർത്ഥിച്ചു. മുതലയുടെ പിടിവിടാനായി താൻ ആപത് സന്യാസമെങ്കിലും സ്വീകരിക്കട്ടെ എന്ന് അമ്മയോട് ഉറക്കെ ചോദിച്ചു. അമ്മ വേറെ ഒരു മാർഗവുമില്ലാതെ മനസ്സോടെ അതിനു സമ്മതിച്ചപ്പോൾ മുതല ശങ്കരനെ പിടിവിടുകയും ചെയ്തു. തിരിച്ച് ജീവിതത്തിലേക്ക് നീന്തി കയറിയ ശങ്കരന്റെ മുഖത്ത് അമ്മ സന്യാസത്തിന്റെ ദിവ്യപ്രകാശം കാണുകയും അതായത് തന്നെ അതിനാൽ തന്നെ
തന്നെ വിട്ടുപിരിയേണ്ടി വരുന്ന മകനെ ഓർത്ത് ദീർഘനേരം കരയുകയും ചെയ്തു. അതേസമയം തനിക്കും വാത്സല്യനിധിയായ അമ്മയെ വിട്ടുപിരിയേണ്ട കാര്യമോർത്ത് ബാലനായ ശങ്കരനും അമ്മയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. മകന്റെ സങ്കടം കണ്ട് അവനെ ആശ്വസിപ്പിക്കുവാനായി സ്വന്തം സങ്കടം മാറ്റിവെച്ച് ഇനി താൻ ഒരിക്കലും ജീവിതത്തിൽ ഇതോർത്ത് കരയുകയില്ല എന്നുറപ്പിച്ച് ശങ്കരനെ വേണ്ട രീതിയിൽ സന്യാസത്തിനനുഗ്രഹിച്ച് ആശീർവദിച്ച് ആ അമ്മ യാത്രയാക്കി. കൃതാർത്ഥനായ ശങ്കരൻ ഉടൻ തന്നെ അമ്മ സ്മരിക്കുന്ന മാത്രയിൽ താൻ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതിജ്ഞ എടുത്തു. ആ ഉറപ്പും അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ സന്യാസത്തിന് പോയ ശേഷം അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ച് നീണ്ട 20 വർഷക്കാലം കഴിഞ്ഞു. ആ ഇടയ്ക്ക് അത്രയും കാലം ആര്യാദേവി എപ്പോഴും ശങ്കരന്റെ 8 വയസ്സുവരെയുള്ള ഓർമ്മകളുമായി മകൻ തന്റെ അരികിലേക്ക് അടുത്ത നിമിഷം വരും എന്ന പ്രത്യാശയിൽ ജീവിതം കഴിച്ചു കൂട്ടി. ആ അമ്മയ്ക്ക് കൂട്ടിലെ ദാരിദ്ര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ അക്കാലങ്ങളിൽ പലരിൽ നിന്നും, പ്രത്യേകിച്ച് വിഷയാചല ക്ഷേത്ര ദർശനത്തിനിടയിൽ ആ അമ്മയോട് ഒരു സന്യാസി വരനിൽ നിന്നും ഒക്കെ ആര്യാമ്പയ്ക്ക് തന്റെ മകന് വന്നു ഭവിച്ചിട്ടുള്ള ഉയർച്ചകളെ പറ്റി ധാരാളം വാർത്തകൾ കേൾക്കാൻ സാധിച്ചു. സന്തോഷത്തോടെ അവ ഗ്രസിക്കുമ്പോഴും അവനെ കാണുവാനുള്ള തൻ്റെ ഇച്ഛ ഉള്ളിലൊതുക്കി. ആ ചിന്ത തൻ്റെ മകന്റെ ഉന്നതിക്ക് വിഘാതമാവരുത് എന്ന് ആര്യാമ്പ നിശ്ചയിച്ചു. അങ്ങനെ ദിഗ്വിജയവും അദ്വൈത തത്വദർശനവും എല്ലാമായി ശ്രീശങ്കരൻ ഭാരതത്തിലൂടെ സഞ്ചരിച്ച് തൻ്റെ മഠമായ ശൃംഗേരിയിലെത്തി. അവിടെ ഒരു ദിവസം ശിഷ്യർക്ക് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വന്തം മാതാവിൻ്റെ സ്മരണ ഉണ്ടായി. അമ്മയുടെ അന്ത്യകാലം അടുത്തു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം താൻ സന്യസിച്ച സമയത്ത് അമ്മയ്ക്ക് കൊടുത്ത പ്രതിജ്ഞ ഓർത്ത് തൻ്റെ ശിഷ്യൻ സുരേശ്വരനെ വിളിച്ച് ഉടൻ തന്നെ താൻ ആകാശമാർഗം അമ്മയുടെ സമീപത്തേക്ക് പോവുകയാണെന്ന് ധരിപ്പിച്ചു. ശിഷ്യരോട് യഥാവസരം വന്നു ചേർന്നു കൊള്ളുവാനും പറഞ്ഞ് യോഗശക്തി പ്രഭാവത്താൽ ശ്രീ ശങ്കരൻ അദൃശ്യനായി. അധികം വൈകാതെ തന്നെ സ്വഗൃഹത്തിൽ പ്രവേശിച്ച ആദിശങ്കരൻ അന്ത്യകാലമടുത്ത തൻ്റെ അമ്മയെ നമസ്കരിച്ചു. സ്വപുത്രനെ കണ്ട ആര്യാമ്പ ആനന്ദപരവശയായി ഇങ്ങനെ പറഞ്ഞു: നീ വരാൻ താമസിക്കുന്നത് കണ്ട് നിന്നെ കാണാതെ മരിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ശങ്കിച്ചു പോയി. ഇപ്പോൾ ആശ്വാസമായി. സകലതും ബ്രഹ്മമെന്ന് ദർശിക്കുന്ന ആ ബ്രഹ്മജ്ഞൻ ആദിശങ്കരൻ ഇപ്പോൾ മാതൃഭക്തനായ സന്താനത്തെ പോലെ മാതൃശുശ്രൂഷയിൽ ബദ്ധശ്രദ്ധനായിരിക്കുന്നു. തൻ്റെ മരണശയ്യാവേളയിലും പുത്രന്റെ പ്രസന്ന ഗംഭീരമായ മുഖഭാവം ദർശിച്ചപ്പോൾ മകൻ സന്യസിച്ചതിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ച് കൃതാർത്ഥനായി എന്ന് ആ മാതാവിന് മനസ്സിലായി. ആചാര്യൻ ശ്രീ ശങ്കരൻ അമ്മയോട് മനസ്സ് ഏകാഗ്രമാക്കുവാൻ അപേക്ഷിച്ചു. അദ്ദേഹം ഉടനെ ശിവധ്യാനത്തിലൂന്നി ഭുജംഗപ്രയാത വൃത്തത്തിൽ ഒരു സുലളിതമായ സ്തോത്രം സ്വന്തം നാവിലൂടെ നിർഗമിച്ച് ദേഹബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ആ രണ്ടുപേരുടെയും ദൃഷ്ടിയിൽ നിന്നും ലോകം മറിഞ്ഞ് അവിടെ ശിവരൂപം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഏറെ നേരത്തിനു ശേഷം ദേഹബോധം വീണ്ടു കിട്ടിയ ആര്യാമ്പ സ്വന്തം
ഇഷ്ടദേവതയായ ശ്രീകൃഷ്ണനെ ദർശിക്കണമെന്നും എന്ന ആഗ്രഹം ഉന്നയിച്ചു. അതുകൂടാതെ ഭഗവാനെ ദർശിച്ച് വിഷ്ണുലോകം പ്രാപിക്കണം എന്ന വാഞ്ചയും തന്റെ മകനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ആദിശങ്കരൻ മുമ്പ് ചെയ്ത പോലെ തന്നെ ശ്രീനാരായണമൂർത്തിയെ ധ്യാനിച്ച് ശ്രീകൃഷ്ണാഷ്ടക സ്തോത്രം ചൊല്ലി വൈകുണ്ഠനാഥന്റെ അനന്തശയന രൂപം സ്വന്തം അമ്മയെ ദർശിപ്പിച്ച് ദേഹം ഉപേക്ഷിക്കുവാനുള്ള ആര്യാമ്പയുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിച്ചു കൊടുത്തു. സ്വന്തം പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് ആചാര്യൻ ആദിശങ്കരൻ അമ്മയുടെ അന്ത്യസംസ്കാര ക്രിയകൾ യഥാവിധി നടത്തി. എല്ലാ ചടങ്ങുകൾക്കും ശേഷം സന്യാസി ആയിക്കൊണ്ടു തന്നെ ശ്രീ ശങ്കരാചാര്യസ്വാമി സ്വന്തം അമ്മയുടെ അന്ത്യസംസ്കാര ശുശ്രൂഷകൾ ചെയ്ത് അമ്മയെ ഓർത്തുകൊണ്ട് സ്മരണാഞ്ജലിയായി 5 ശ്ലോക രൂപേണ അതിപ്രശസ്തമായ മാതൃപഞ്ചകം എന്ന കൃതി രചിച്ചു. ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഈ കൃതി ഓരോ മക്കളും സ്വന്തം അമ്മമാരെ ഓർത്ത് ചൊല്ലേണ്ടത് അത്യാവശ്യമാണ്. സമയക്കുറവിനാൽ ചുരുങ്ങിയ രീതിയിൽ അർത്ഥം പറയാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ശ്ലോകം ചൊല്ലാൻ സാധിക്കില്ല, സമയം അധികം എടുക്കും. അതുകൊണ്ട് അർത്ഥം ചുരുക്കി പറയാം. അമ്മയുടെ പ്രസവ സമയത്തും അതിനുശേഷവും ഉള്ള സഹനത്തിനും ശൂലം കുത്തുന്നത് പോലെയുള്ള വേദനയ്ക്കും യാതൊരു പ്രതിഫലവും മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ്. ഗർഭസമയത്തുള്ള കാര്യമാണ്. ഒരമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന വേദനയെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നത്. കൂടാതെ ഗർഭധാരണ ശേഷമുള്ള ഭാരം പേറിയുള്ള ക്ലേശത്തിനും പ്രസവശേഷമുള്ള കുട്ടിയുടെ ആദ്യ വർഷക്കാലത്തെ മലമൂത്രാദി വിസർജനത്തോടൊപ്പമുള്ള അമ്മയുടെ കിടപ്പിനും ഒപ്പം തന്നെ കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണമടക്കം ഒഴിവാക്കേണ്ടി വരുന്നതിനും ഒന്നും തന്നെ മക്കളുടെ യാതൊരു പ്രതിഫലവും തുല്യമാവില്ല. ഓരോ അമ്മയ്ക്കും തൻ്റെ കുട്ടികൾ എന്നും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ജീവിതകാലം മുഴുവനും അമ്മമാർ അവരുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് ഇവിടെ ശ്രീ ആദിശങ്കരാചാര്യ സ്വാമികൾ മാതൃപഞ്ചക സ്തോത്രത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. കൂടാതെ ഈ മാതൃപഞ്ചക സ്തോത്രത്തിൽ 3-ാമത്തെ ശ്ലോകം മാതാപിതാക്കളുടെ അന്ത്യകാലത്ത് അവരുടെ ശുശ്രൂഷകൾക്കായി സമീപം എത്തിച്ചേരുവാൻ സാധിക്കാത്തവർക്ക് ഒരു പ്രായശ്ചിത്ത രൂപേണ ചൊല്ലാനായി ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയതാണ്. സത്യത്തിൽ അമ്മയോടുള്ള ഒരു മാപ്പപേക്ഷയാണ്, അല്ലെങ്കിൽ മാപ്പ് പറച്ചിലാണ് അത്. എപ്പോഴും അമ്മമാർക്ക് തൻ്റെ മക്കൾ കുഞ്ഞുമക്കൾ തന്നെയാണ്. അവർ എത്ര വലുതായാലും അമ്മ അവരെ കൊഞ്ചിക്കുവാൻ ഉപയോഗിക്കുന്ന അമ്മയുടെ ആ വായിലേക്ക് അമ്മയുടെ മരണകാലത്ത് മക്കൾ ലേശം ഉണക്കല്ലരിയെങ്കിലും നൽകേണ്ടതാണ് എന്നുകൂടി ശങ്കരാചാര്യ സ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയോടുള്ള കടം ഒരിക്കലും വീട്ടാൻ പറ്റാത്തതായതിനാൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് ഉത്ബോധനം ചെയ്യുന്നത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാതാപിതാക്കളെ അവരുടെ ജീവിതകാലത്ത്, പ്രത്യേകിച്ച് വാർദ്ധക്യം, മരണാസന്നം എന്നീ കാലഘട്ടങ്ങളിൽ നല്ലതുപോലെ ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. അത് എത്രത്തോളം നന്നായി ചെയ്താലും ആ മാതാവിനോട്, തന്നെ പ്രസവിച്ച മാതാവിനോടുള്ള കടം എന്നും കടമായി തന്നെ
നിൽക്കുക ചെയ്യും എന്നതാണ് യഥാർത്ഥ സത്യം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.